പല നേരമായോ വന്നിട്ട്? സാരമില്ല. അച്ഛൻ ഉറങ്ങാതെ എങ്ങനെ പോരാൻ കഴിയും? ഇനി ഇങ്ങനെ പാടുപെട്ട് രാത്രിയിൽ കാണേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കോവിലകത്ത് വിവാഹാലോചന നടക്കുന്നു. ഞാനും ഇന്ദുവുമായിട്ടുള്ള വിവാഹം. പക്ഷേ അത് നടക്കില്ലെന്നുള്ളതാണ് സത്യം. നടന്നില്ലെങ്കിൽ കുഴപ്പങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് വരാം. എന്തായത് മലതി? മലതി പാടില്ല. ഞാൻ കാരണം അങ്ങേക്കൊരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു പെണ്ണ് വേദനിക്കാനും പാടില്ല. ഞാൻ ഈ ഓർമ്മകളുമായി കഴിഞ്ഞുകൊള്ളാം. അതിന് ഞാൻ ഒരുക്കമില്ലെങ്കിലോ? ആപത്താണ്. നമ്മൾ ഒരുമിച്ച് നേരിടും. എനിക്കൊരു ഭാര്യ ഉണ്ടാകുമെങ്കിൽ അത് മാലതി മാത്രമായിരിക്കും. ധൈര്യമായി നിൽക്കൂ. മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ. നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ. മിഴിയറിയാതെ നിൻ ഹൃദയമിതിൽ ഞാൻ ചോരനായി കടന്നു. ഉടലറിയാതെ ഉലകറിയാതെ നിൻ മാനസം കവർന്നു. നീ മായല്ലേ മറയല്ലേ പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. എന്താ വന്നത്? എന്തെങ്കിലും ചോദിച്ചോ? ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. നിശബ്ദമായി ചിന്തിക്കുവാനും നിശബ്ദമായി ജീവിക്കുവാനും മാത്രം അറിയാവുന്ന ഒരു വികാര ജീവിയാണ് ഞാൻ. ശാരദയ്ക്ക് അറിയാമോ അത്? എനിക്കറിഞ്ഞുകൂടാ. ആർക്കും അതറിയുകയില്ല. ഈ കൊച്ചു പുസ്തകത്തെയും എന്നെയും ചൊല്ലി സാഹിത്യ ലോകത്ത് എന്തെല്ലാം കോലാഹലങ്ങൾ നടക്കുന്നു. എനിക്കത് അശേഷം ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. എനിക്ക് ശാരദയോടുള്ള ഈ വികാരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. നിങ്ങളുടെ വികാരത്തിനിരയാകുവാൻ എനിക്ക് സാധ്യമല്ല. എന്നും ശാരദ എന്റേതായിരിക്കണമെന്ന് എനിക്ക് ആശയില്ല. ഞാൻ തുറന്നു പറയുകയാണ്, ഒരേ ഒരു ദിവസം പെമ്പിള്ളർ റോട്ടിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ? നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? ഇനി മേലാൽ നിന്നെ എവിടെങ്ങനെ കണ്ടുപോയാൽ
തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മദാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി വിരേ ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മദാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി വിടേ ഭാവനകൾ നവചേതനയിൽ ചിറകുവിടർത്തട്ടെ മൃതഭാവനകൾ നവചേതനയിൽ ചിറകുവിടർത്തട്ടെ കവിനിയുടരും മാതക നർത്തനം ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മദാലതയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി വിരേ എന്താണ് ഇപ്പൊ അറിയേണ്ടത്? പയോധിന് ആളെ വിടാം അല്ലേ? മനസ്സിലായില്ല. ആ മനുഷ്യനെ വിട്ട് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കുട്ടിയോട് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിപ്പിക്കുക. നാളെ വന്നില്ലേ? അഥവാ അങ്ങനെ ചോദിച്ചാൽ തന്നെ അതിൽ ഇത്രയ്ക്ക് അപ്സെറ്റ് ആവുന്നത് എന്തിനാ? എനിക്കത് ഇഷ്ടമല്ല. ഞാനിവിടെ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു എംപ്ലോയി ആയിരിക്കും എന്ന് വെച്ചിട്ട് എന്റെ പ്രൈവസി നിലവാരം പണിയപ്പെടുത്തിയിട്ടില്ല. ആ കണ്ണട നിർത്തെ. മനസ്സില്ല. ആവശ്യമില്ലാതെ എന്തിനാ ഒരു പ്ലെയിൻ ഗ്ലാസ് വെച്ച് കാണാൻ ചൂടിനൊരു മൂക്കിനെ കൊണ്ട് ഭാരം ചോദിപ്പിക്കുന്നത്? പ്ലെയിൻ ഗ്ലാസോ? അതെ, മിനി അറിയാതെ ഒരു ദിവസം ഞാൻ അതെടുത്ത് നോക്കി. പ്ലെയിൻ ഗ്ലാസും പവർ ഗ്ലാസും തമ്മിൽ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തതും പബ്ലിസിറ്റി ഷിർക്ക് ഓഫ് ചെയ്യുന്നതുമെല്ലാം കുട്ടി എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അതെന്നാലും ഞാൻ അറിയും. എനിക്കെന്താ അതിന്റെ ആവശ്യമെന്ന് ചോദിക്കുമായിരിക്കും. ഇനി അതും പറയാം. മിനിയുടെ പാസ്റ്റ് എന്തായിരുന്നാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്റേതായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. കുട്ടിയുടെ ഉള്ളിൽ പേടിയുണ്ട്. എന്തിനോടോ ഉള്ള പേടി. ആ പേടി ഞാൻ മാറ്റിയോ. വരട്ടല്ലേ? Baby, come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ.
ആ